ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. आज कारगिल विजय दिवस है। ये दिन हमें गर्व से भर देता है। ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है। कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था। उन्होंने मां भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. DRDOയുടെ കുശ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും കൈവരിച്ച പുരോഗതിയും INS മഹേന്ദ്രഗിരിയുടെ കമ്മീഷനിങ്ങും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളും പ്രതിരോധ ഉപകരണങ്ങളും ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. द रेन का संदेश बहुत सीधा है। इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही है। मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസബ് കലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം ഇവയെല്ലാം ഓരോ പൗരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൗതുകം ക്ലബിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है. സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് എറണാകുളം ജില്ലയിലെ സൗത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് T. പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ ഒരു അവസരത്തിൽ ആ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കും ഒക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു. പരിസ്ഥിതിക്ക് വെല്ലുവിളിയായ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷവും ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തവണയും മൈ ജിഒവിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27ാം വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. 2 ആഴ്ചയോളം നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US-ന്റെ ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ.
വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.